BBBയോ അതെന്നാ? എന്താണ് ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ? മസ്കും ട്രംപും തമ്മിലുള്ള ബ്രോമാൻസ് ബ്രേക്കപ്പിന് കാരണം ഒരു ബില്ലാണെന്ന് നമുക്കൊക്കെ അറിയാം. അതാണ് ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ. ആ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെ നമ്മൾ എന്ത് വിളിക്കും? ചന്തമുള്ള വലിയ ബില്ലെന്നോ? എന്ത് വിളിച്ചാലും കൊള്ളാം. എന്തിനാണാവോ ഈ ബില്ലിനെ ഒരു ഭ്രാന്തൻ ബില്ലെന്ന് മസ്ക് വിളിച്ചത്? സ്വന്തം വീട് പോലെ വൈറ്റ് ഹൗസിൽ വരെ കയറിയിറങ്ങാനുള്ള സ്വാതന്ത്ര്യം മസ്ക് വേണ്ടെന്ന് വെച്ചത് ഈ ബില്ല് അമേരിക്കയെ പിച്ചച്ചട്ടി എടുപ്പിക്കുമെന്ന് പറഞ്ഞാണ്. ബില്ലിന്റെ പേരും പറഞ്ഞു തുടങ്ങിയ കശപിശയും കലപിലയും ഉച്ചസ്ഥായിയിൽ തുടരുകയുമാണ്. വരുന്ന 10 വർഷത്തിൽ അമേരിക്കയ്ക്ക് $3.3 ട്രില്യൺ കടബാധ്യത വരുത്തിവെക്കുമെന്നാണ് വിമർശകർ പറയുന്നത്. അത്രയ്ക്ക് മസ്കിനെ പ്രകോപിപ്പിക്കാൻ മാത്രം ബില്ലിൽ എന്താണുള്ളത്? ആദ്യം ബിൽ കൊണ്ടുവരാനുള്ള സാഹചര്യം. 2017 ട്രംപ് കൊണ്ടുവന്ന നികുതി ഇളവ് ഈ വർഷം അവസാനിക്കാനിരിക്കെ അതിനൊരു പകരക്കാരനെന്ന നിലയിലാണ് BBB. ബില്ലിലെ വ്യവസ്ഥകൾ: നികുതി വെട്ടിക്കുറയ്ക്കൽ, കുടിയേറ്റം തടയാനായി അതിർത്തിയിൽ മതിൽ നിർമ്മിക്കൽ, സൈനിക ശക്തി വർദ്ധിപ്പിക്കൽ, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ വെട്ടിച്ചുരുക്കൽ എന്നിവയാണ് മുഖ്യം. നികുതി കുറച്ചും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂട്ടിയുമുള്ള ബില്ലിൽ ഓവർ ടൈം, ടിപ്പ് എന്നിവയിലൂടെ ലഭിക്കുന്ന വരുമാനത്തിന് നികുതി ഇളവുണ്ട്. 4.5 ട്രില്യൺ ഈ വകയിൽ നഷ്ടമെന്ന് കണക്കുകൾ പറയുന്നു. സാമൂഹ്യക്ഷേമ പദ്ധതികളാണല്ലോ പൗരന്മാർക്കായി ഒരു സർക്കാരിന് ചെയ്യാനാകുന്നത്. അതങ്ങ് വെട്ടിക്കുറയ്ക്കുന്നതാണ് ബില്ലെന്ന് വിമർശകർ പറയുന്നു. ഒന്ന് ചീഞ്ഞു മറ്റൊന്നിന് വളമാകുമെന്ന് പറയുന്നത് പോലെ ഒരു വശത്ത് നികുതി കുറച്ച് ആശ്വാസം നൽകുന്നുവെന്ന് ട്രംപ് പറയുമ്പോൾ മറുവശത്ത് ക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുന്നതാണ് ബില്ലെന്ന് വിമർശകർ പറയുന്നു. US മെക്സിക്കോ മതിലിന് $460 ബില്യൺ, കുടിയേറ്റക്കാരെ തടവിൽ വെക്കുന്ന ഡിറ്റൻഷൻ സെന്ററുകളിലേക്ക് 1 ലക്ഷം കിടക്കകൾ വാങ്ങാൻ $45 ബില്യൺ. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിയൊഴിപ്പിക്കലിനായി 2029 10,000 ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏജന്റുമാരുടെ നിയമനത്തിന് വീണ്ടും ബില്യൺസ് ആൻഡ് ബില്യൺസ്. പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന ഇടപാടെന്ന് വിമർശകർ പറയുന്ന മറ്റൊരു വ്യവസ്ഥ വരുമാനം കുറഞ്ഞ കുടുംബങ്ങൾക്കുള്ള മെഡിക്കെയ്ഡും ഭക്ഷണ സഹായവും വെട്ടിക്കുറയ്ക്കലാണ്. നിലവിൽ 71 ദശലക്ഷത്തിലധികം ആളുകൾ മെഡിക്കെയ്ഡിനെ ആശ്രയിക്കുന്നു. കൂടാതെ 40 ദശലക്ഷം പേർക്ക് SNAP വഴി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അവരൊക്കെ വഴിയാധാരമാകുമെന്ന് വിലയിരുത്തലുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം നേരിടാനും പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ബൈഡൻ വാരിക്കോരി ചെലവാക്കിയത് ഒഴിവാക്കിയിട്ടുമുണ്ട്. താഴ്ന്ന വരുമാനക്കാരായ അമേരിക്കക്കാർക്ക് കാര്യമായ പ്രയോജനമൊന്നുമില്ലെങ്കിലും സമ്പന്നരായ അമേരിക്കക്കാർക്ക് ബില്ല് ഉപകാരപ്പെടുമെന്നാണ് യെയിൽ യൂണിവേഴ്സിറ്റിയുടെ ബജറ്റ് ലാബിന്റെ അഭിപ്രായം. ഇനി വാൽകഷ്ണം. ബൈബിൾ വചനങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ട്രംപ് ഉള്ളവനേവന് ലഭിക്കും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടി എടുത്തു കളയുമെന്ന് മത്തായി 25:29 പറയുന്നത് തെറ്റായി വ്യാഖ്യാനിച്ചുണ്ടാക്കിയ ബില്ലാണോ ഇതെന്ന് ചോദിക്കുന്നവരുമുണ്ട്.